ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നെനിക്ക് വളരെ ശക്തമായിട്ട് തോന്നുന്നു. അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു, ഏത് അവസരത്തിൽ നിൽക്കുന്നു, നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്, നമ്മൾ സ്വയം പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് എനിക്ക് മുന്നിൽ പറയാൻ തോന്നുന്നു. നമ്മൾ ഇപ്പൊ ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും സഞ്ചരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ, പ്രത്യേകിച്ച് കുട്ടികളുടെയോ അല്ലെങ്കിൽ പെറ്റ്സിന്റെയോ ഓരോ പിക്ചർ എടുക്കാൻ പലരും മടിക്കാറുണ്ട്. പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. അപ്പൊ അത്രയും എന്താ പറയുക, ആത്യന്തികമായി എല്ലാവരും സാധാരണക്കാരാണ്. അല്ലെന്ന് പറയുന്നില്ല. ഒരാൾ ഫോട്ടോ എടുക്കുക, അപ്പൊ തൊട്ട് ബാക്കിക്കുന്ന ആള് കാണുന്നത് എന്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പൊ തന്നെ പിന്നെ അടുത്ത് നിന്ന് ആള് പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആള് വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടാകില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആള് പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡി പാർട്ടുണ്ട്. ഏതൊരു മനുഷ്യൻ നമ്മള് ഫോട്ടോ എടുക്കുമ്പോൾ മുഖമില്ലാതെ ബോഡി ഉണ്ട്. അപ്പൊ മിനിസ്റ്ററായ എന്റെ ഫോട്ടോ അങ്ങനെ പിന്നെ അത് വലിയ വിഷയമാക്കി അയാൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ബന്ധപ്പെട്ട മാനേജ്മെന്റിനെയൊക്കെ അറിയിച്ചു. ഒരു മന്ത്രിക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ നടിമാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നടി മഞ്ജു വാര്യർ സിവിക് സെൻസിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ച് പറഞ്ഞ് നാവെടുത്തില്ല. അതിനുള്ളിലാണ് സതീശൻ മന്ത്രിസഭയിലെ ഒരു വനിതാ മന്ത്രി തനിക്ക് സംഭവിച്ച ദുരവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിവിക് സെൻസ് എന്ന ഒന്നുണ്ട്. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ പൗരബോധം, ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ സാമൂഹ്യ മര്യാദ എന്നും പറയാം. ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ഒരു ആൾക്കൂട്ടത്തിൽ എങ്ങനെ ഇടപെടണം, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലും സ്വകാര്യതയിലും എങ്ങനെ ഇടപെടാതെ നല്ല വ്യക്തിയാകാം എന്നൊക്കെയുള്ള പൗരബോധമാണ് സിവിക് സെൻസ് എന്നത്. പക്ഷേ മലയാളി സമൂഹം ഒട്ടുമേ സിവിക് സെൻസ് ഇല്ലാത്ത ഒരു സമൂഹമായി മാറി എന്നാണ് മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞത്. മഞ്ജുവിനെ കൊണ്ട് അത് പറയിച്ചതാകട്ടെ ഇന്നത്തെ ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങളുടെ ഒട്ടും അവസരോചിതമല്ലാത്ത പ്രവൃത്തികളും. ഒരു തരത്തിലുള്ള പൗരബോധവും സാമൂഹ്യ മര്യാദയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ അന്തരിച്ച നടൻ സലീം കുമാറിൻ്റെയും തമിഴ് സംവിധായകൻ ഭാഗ്യരാജിൻ്റെയും വീടുകളിൽ മരണാനന്തര ചടങ്ങിനിടെ കാണിച്ച അശ്ലീല നാട്യത്തിൻ്റെ ചുവട് പിടിച്ചാണ് നാം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സിവിക് സെൻസിനെ കുറിച്ച് മഞ്ജു ക്ലാസ് എടുത്തത്. അല്ലെങ്കിൽ അത്തരമൊരു സമൂഹത്തിന് മുന്നിൽ അങ്ങനെ വേണ്ടി വന്നു മഞ്ജുവിന്. സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങ് നടക്കുമ്പോൾ ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ ഔചിത്യമില്ലായ്മ നമ്മളെല്ലാവരും കണ്ടതും ഒന്നിലധികം വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തതുമാണ്. സമാനമായി ഭാഗ്യരാജ് അന്തരിച്ച സമയം മൊബൈലിൽ വീട്ടിലെ കാഴ്ചകൾ പകർത്താൻ വന്നവർ നടി രാധികയെ തട്ടി താഴെയിടുന്നതും അതും മൊബൈലിൽ പകർത്തുന്നതുമെല്ലാം കാണുകയുണ്ടായി. ഈ അസുഖകരമായ പ്രവർത്തികൾ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടി ഇരുന്ന വേദിയിലായിരുന്നു മഞ്ജുവിൻ്റെ വാക്കുകൾ. സിവിക് സെൻസ് പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് മഞ്ജു തൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് എങ്കിലും അതിന് മറ്റൊരു അർത്ഥതലം കൂടിയുണ്ട്. ഔചിത്യബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അത്തരം മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണം എന്നു തന്നെയാണ് നടി പറഞ്ഞു വച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും എം പിയും ഇരിക്കുന്ന വേദിയിൽ തന്നെ മഞ്ജു അക്കാര്യം പറഞ്ഞതിലൂടെ ലക്ഷ്യം വെച്ചതും തീർച്ചയായും മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണും എന്ന് ഉറച്ച് വിശ്വസിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് സലീം കുമാറിൻ്റെ വീട്ടിൽ നടന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ അശ്ലീല പ്രദർശനത്തിന് മുഖ്യമന്ത്രി സതീശൻ തന്നെ നേരിട്ട് സാക്ഷിയാണ് എന്നതും അതിനൊരു കാരണമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം കാണും, മഞ്ഞ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും എന്നൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും പ്രത്യേകിച്ച് നികുതിയൊന്നും അടയ്ക്കേണ്ടാത്തതുകൊണ്ട് അതിന് കുഴപ്പമില്ല. പക്ഷേ അതൊന്നും നടപ്പിലാകും എന്ന് കരുതരുത്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീഷിന് പിന്നിൽ തന്നെ ഇത്തരം മഞ്ഞ ഓൺലൈൻ മാധ്യമ പടയുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതു മുതൽ സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ ചേംബറിലുമെല്ലാം ഇത്തരം മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴും ഇത്തരക്കാർ യഥേഷ്ടം മുഖ്യമന്ത്രിയുടെ പല പരിപാടികളും ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എത്രത്തോളം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.
പക്ഷേ ഞങ്ങൾ മുൻപ് മുന്നറിയിപ്പ് തന്നതുപോലെ നാളെ ഒരുപക്ഷെ ഇതേ ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയും എയറിൽ കയറാൻ പോകുന്നത്. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ മഞ്ജു വാര്യർ നൽകിയ മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്ത് ഇവരെ നിയന്ത്രിക്കാൻ സർക്കാർ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നതും കണ്ടറിയണം. മന്ത്രിയുടെ ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഒരു സംശയം വേണ്ട, സർക്കാർ അതിന്റെ സാധ്യതകൾ ആലോചിക്കുകയാണ്. ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികളുടെ ചടങ്ങുകൾ നടക്കുന്നിടത്ത് അത് നമ്മളിപ്പോ 2-3 സ്ഥലത്ത് ഇപ്പൊ കണ്ടു. വലിയ പ്രയാസമായിട്ട് വരുന്നത് വളരെ ഗൗരവമായി തന്നെ സർക്കാർ എടുക്കുന്നു. ഒരു കാര്യം പ്രത്യേകം പറയാം, എല്ലാ ഓൺലൈൻ ചാനലുകളും ഇത്തരത്തിൽ പെടുന്നവരല്ല. മുതിർന്ന മാധ്യമ പ്രവർത്തകർ മറ്റ് ദൃശ്യ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത് മാധ്യമ പ്രവർത്തനം എന്താണ് എന്ന് അറിയാവുന്ന ഒരുപാട് പേർ ജോലി ചെയ്യുന്ന മേഖലയാണ് ഇന്ന് ഓൺലൈൻ മാധ്യമ പ്രവർത്തന മേഖല. ഇവിടേക്കാണ് മാധ്യമ പ്രവർത്തനത്തിൽ ഒരു പ്രവൃത്തി പരിചയവുമില്ലാത്ത ഇത്തരം ആളുകൾ വലിഞ്ഞു കയറി വന്ന് മറ്റ് മാധ്യമ പ്രവർത്തകരെയും പഴികേൽപ്പിക്കുന്നത്. നടൻ സലീംകുമാറിൻ്റെയും തമിഴ് സംവിധായകൻ ഭാഗ്യരാജിൻ്റെയും മരണാനന്തര ചടങ്ങുകളിൽ നടന്ന ഒട്ടും സുഖകരമല്ലാത്ത ചില കാഴ്ചകളെ അടിസ്ഥാനമാക്കിയാണ് നടിയുടെ ഈ പ്രതികരണം എന്നതുകൂടി ഓർക്കണം. തങ്ങളുടെ സഹപ്രവർത്തകരുടെ മരണാനന്തര ചടങ്ങുകളിൽ ആ കുടുംബത്തിനോ അവിടെ വരുന്ന സെലിബ്രിറ്റികൾക്കോ ഒരു സ്വകാര്യതയും അനുവദിക്കാത്ത തരത്തിലുള്ള ഓൺലൈൻ ചാനലുകളുടെ കടന്നുകയറ്റം മഞ്ജുവിൽ എത്രത്തോളം അസഹിഷ്ണുത ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ഇതൊരു മഞ്ജുവിന് മാത്രമുള്ള തോന്നലായിരിക്കാം. കാരണം പല നടിമാരും ഇതേ ഓൺലൈൻ മാധ്യമങ്ങളെ തങ്ങളുടെ പ്രമോഷനായി ഉപയോഗിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. താൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ അവിടേക്ക് വരണം, തൻ്റെ വീഡിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഈ മാധ്യമങ്ങളെ ചട്ടം കെട്ടുന്ന നടിമാരുമുണ്ട് എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് ശുദ്ധികലശം നടത്തുമ്പോൾ അത് സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടി വരും. സ്വന്തം പ്രമോഷന് വേണ്ടി മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളെ വളർത്തുകയും പിന്നീട് അവരാൽ തന്നെ സൈബർ ഇടത്തിൽ അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന പല നടിമാരുമുണ്ട്. ഇത്തരം മഞ്ഞ ചാനലുകളുടെ ഫേസ്ബുക്ക് പേജിൽ വരുന്ന നടിമാരുടെ വീഡിയോകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ അത് മനസ്സിലാകും. ആ ശുദ്ധികലശത്തിനൊരു നാന്ദി കുറിക്കലാകട്ടെ മഞ്ജു വാര്യരുടെ ഈ വാക്കുകൾ എന്ന് പ്രതീക്ഷിക്കാം. അതിന് മുഖ്യമന്ത്രി സതീശൻ ഒരു നിമിത്തമാകുമെന്നും ആശിക്കാം. പാഠപുസ്തകങ്ങളിലൂടെയും മറ്റും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സിവിക് സെൻസ് എന്ന വാക്ക് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം പ്രായോഗികമായിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇത്. നിർഭാഗ്യവശാൽ സിവിക് സെൻസ് തീരെ ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറിയെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നു, ഏതവസരത്തിൽ നിൽക്കുന്നു, സ്വയം പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ എന്തൊക്കെയെന്നത് സംബന്ധിച്ച് സ്വയം ഒരു ബോധ്യമുണ്ടാകുക എന്നതാണ് സിവിക് സെൻസ് അഥവാ പൗരബോധം, അല്ലെങ്കിൽ സാമൂഹ്യ മര്യാദ എന്നൊക്കെ പറയുന്നത്. അതില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ അധപതിച്ചു എന്ന് പറയുന്നതിന് 2 ഉദാഹരണങ്ങളാണ് മഞ്ജു വാര്യർ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന് സലീംകുമാറിൻ്റെ മരണാനന്തര ചടങ്ങ് നടക്കുമ്പോൾ ഓൺലൈൻ മഞ്ഞ മാധ്യമങ്ങൾ നടത്തിയ പേക്കൂത്തുകൾ. അന്ന് ചന്തുവിന് പോലും, സലീംകുമാറിൻ്റെ മകൻ ചന്തുവിന് പോലും ക്ഷോഭത്തോടെ അവർക്ക് നേരെ ആക്രോശിച്ച് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വന്ന സന്ദർഭമുണ്ടായി. സന്ദർഭവും സാഹചര്യവും സ്വയം നിയന്ത്രണവും എന്തെന്നറിയാത്ത ഒരു കൂട്ടത്തെയാണ് അവിടെ നടി ചൂണ്ടിക്കാട്ടുന്നത്. സമാനമായ സംഭവമാണ് ഭാഗ്യരാജിൻ്റെ വീട്ടിലും കണ്ടത്. ഒരു അനുമതി പോലും ചോദിക്കാതെ തീർത്തും അനുചിതമായാണ് ഇവിടെ പലരും ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നത്. മരണ വീടുകളിൽ പോലും മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കാതെയുള്ള പ്രവൃത്തികൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു നടി. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താൻ കണ്ട ചില പൗരബോധം തെളിയിക്കുന്ന ചില കാര്യങ്ങൾ കൂടി മഞ്ജു വാര്യർ അതേ വേദിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ അനുമതി ചോദിച്ച ശേഷമാണ് ഒരാളുടെ ചിത്രം പകർത്തുന്നത്. കുട്ടികളുടെയോ എന്തിന് വളർത്ത മൃഗങ്ങളുടെയോ പോലും ചിത്രമെടുക്കുക ഒരാളോട് അനുവാദം ചോദിച്ച ശേഷമാകും. എല്ലാവരുടെ സ്വകാര്യതയും മാനിക്കപ്പെടേണ്ടതാണ് എന്ന അവബോധം വേണം. അതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോയത് എന്നാണ് മഞ്ജു പറഞ്ഞു വെക്കുന്നത്. സിവിക് സെൻസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട പല അടിയന്തര ഘട്ടങ്ങളും നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും ഇന്ന് ഉണ്ടാകുന്നുണ്ട് എന്നും മഞ്ജു പറയുന്നുണ്ട്. ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം നേടുകയും നല്ല ജോലി നേടുകയും ജോലിക്കൊപ്പം കല കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ഉപദേശത്തിനൊപ്പം നല്ല പൗരബോധമുള്ള പൗരന്മാരാകുക എന്ന കാര്യം കൂടി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ് നടി പറഞ്ഞത്. മാലിന്യം സംസ്കരിക്കപ്പെടേണ്ടതാണ് എന്നതുപോലെ പലതരം ബോധവൽക്കരണം നാട്ടിലുള്ളതുപോലെ തന്നെ ഉണ്ടാകേണ്ട ഒരു അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണമാണ് സിവിക് സെൻസും. അല്ലാത്തപക്ഷം തീർത്തും സാമൂഹ്യ മര്യാദ ഇല്ലാത്ത വെറും ആൾക്കൂട്ടം മാത്രമായി നമ്മൾ മാറും.
സലീംകുമാറിൻ്റെ വീട്ടിലും അതിനു മുൻപ് മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പോഴും ശ്രീനിവാസൻ്റെ മരണസമയത്തുമെല്ലാം നമ്മൾ കണ്ടതാണ് ഒട്ടുമേ പൗരബോധം തീണ്ടാത്ത ഒരു കൂട്ടത്തിൻ്റെ ചില പ്രവർത്തികൾ. സലീംകുമാറിൻ്റെ വീട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ഇവരോട് കയർത്തു സംസാരിക്കേണ്ടി വന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒട്ടും സ്വയം ബോധ്യമില്ലാത്ത കൂട്ടമായി നമ്മൾ മാറിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സിവിക് സെൻസ് അഥവാ പൗരബോധം എന്നത് കുട്ടിക്കാലം മുതൽ തന്നെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ്.